എല്ലാവർക്കും റാനിയാസ് വിന്യാസ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലേറ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എൻ്റെ കോഴിക്കുട്ടി കാണാതെ 2 എഗ്ഗ് എടുത്തുകൊണ്ട് വന്നു. ഇനി നമുക്ക് ആ എഗ്ഗ് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഞാൻ ഇവിടെ നല്ല ഒഴുക്കുള്ള നല്ല ഫ്രഷ് വാട്ടറിൽ നിന്നാണ് ഈ എഗ്ഗ് കഴുകിയെടുക്കുന്നത്. ഇപ്പോൾ ഈ എഗ്ഗെല്ലാം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആ എഗ്ഗ് പൊട്ടിച്ചിടാം. ഞാനിത് തട്ടുകടയിൽ ഇരുന്നാണ് ചെയ്യുന്നത്. എൻ്റെ തട്ടുകടയിൽ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. കസ്റ്റമറാണ് എൻ്റെ അടുത്ത് ഓംലേറ്റ് വേണമെന്ന് ചോദിച്ചത്. അത് കാരണം തന്നെ ഞാൻ നല്ല സ്പെഷ്യൽ ഓംലേറ്റ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾക്കിനി ഒട്ടും വൈകിക്കേണ്ട, പെട്ടെന്ന് തന്നെ പണി തുടങ്ങാം. ഇനി നമ്മൾക്കിത് നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. എനിക്ക് എൻ്റെ ഇക്കാക്കി ഉണ്ടാക്കി തന്ന ബ്ലെൻഡറാണിത്. എഗ്ഗൊക്കെ ഇവിടെ നല്ല സ്മൂത്തായി കിട്ടണ വരെ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി ഞാൻ ചെറിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊണ്ടക്ക നമുക്ക് നന്നായിട്ട് അതിൻ്റെ പൊളിച്ചളഞ്ഞിട്ട് ചെറുതാക്കി അതൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ചെറിയൊരു മുളകും എടുത്തിട്ടുണ്ട്. അതും അരിഞ്ഞിട്ട് ഈ എഗ്ഗിലേക്ക് ഇട്ടുകൊടുക്കാം. സവാള ഞാൻ അരിഞ്ഞത് കുറച്ച് വാടിവിട്ട് ഞാൻ കരഞ്ഞാണ് അരിഞ്ഞത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കൂടിപ്പോവാതെ സൂക്ഷിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് ചീനച്ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ആ ഓയിലൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ എഗ്ഗ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒഴിച്ചപ്പോൾ തന്നെ നമ്മുടെ ചീനച്ചട്ടി നല്ല ചൂടായത് കൊണ്ട് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓംലേറ്റ് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ ഭാഗവും കൂടി ഒന്ന് മുരിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇപ്പുറത്തെ ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് സർവ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.